ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അച്ചാറാണേ. അച്ചാറാണ്. അച്ചാറത്തേക്ക് ഇതാണ്. ഇത് നമ്മുടെ ഇവിടെ കിളിച്ചുണ്ട മാങ്ങ എന്നല്ലേ പറയണ? കിളിച്ചുണ്ട മാങ്ങന്നല്ലേ പറയണ? നീളം മാങ്ങാന്ന് പറയും. മൽഗോവ. നിങ്ങളെ നാട്ടിൽ എന്തിനാണ് പേരെന്ന് അറിയത്തില്ല. അപ്പൊ 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 2 മാങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ രീതി കാണിക്കുക, എന്നിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങത്തിന്റെ റെസിപ്പികൾ വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ആദ്യം നമ്മുടെ റെസിപ്പിയാണ് ഇങ്ങനെയാണ്. ഇത് 2 ചെറിയതാണ് കേട്ടോ, അത്രേ ഉള്ളൂ. ഈ 2 മാങ്ങ അച്ചാർ, ഇത് മാങ്ങ അരിഞ്ഞിട്ട് നമുക്ക് കാണാമേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ മാങ്ങ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്കിത് പീസാക്കി ഇങ്ങനെ നമുക്ക് ആദ്യം ഇങ്ങനെ എടുത്തതിന് ശേഷം അവരവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെറുതാക്കി അരിയാവുന്നതാണേ. അപ്പോൾ ഗൈസ്, ഇന്ന് ചേട്ടനാണ് കേട്ടോ മാങ്ങ അച്ചാർ ചെയ്യുന്നത്. അപ്പോൾ പാചകമൊക്കെ ചേട്ടൻ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണല്ലേ ചുമ്മാണേട്ടാ. അപ്പൊ അതാ നമ്മളിത് ഇങ്ങനെ നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ എല്ലാം നീളത്തിന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ കുഞ്ഞാക്കി അരിയാം. വലിയ പാത്രം എടുക്കാത്തത് കേട്ടോ. അപ്പോഴിതാ മാങ്ങ എല്ലാം നമ്മൾ നീളത്തിന് മുഴുവൻ 2 മാങ്ങയും നീളത്തിന് പീസാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, മുഴുവനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടുത്തൊരു പാത്രം എടുത്തിട്ട് അച്ചാറിന് ആവശ്യത്തിന് നമുക്ക് എങ്ങനെയാണോ ഓരോരുത്തർക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് എടുക്കുന്നുണ്ടേ. അപ്പൊ ഇത് മുഴുവനും അരിഞ്ഞ് തീർന്നിട്ട് നമുക്ക് കാണാമേ. അതെന്നും നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് ഇനി ഒരു ദിവസം നീളത്തിന് ഇട്ട് നോക്കണം. നമ്മുടെ ഓരോ ദിവസം നമ്മൾ ഈ അച്ചാർ തീർന്നിട്ട് അടുത്തിടുമ്പോൾ നമുക്ക് അടുത്ത രീതിയിൽ പരീക്ഷിച്ച് നോക്കാമേ. നമുക്ക് അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ അച്ചാറിന് വേണ്ടി അരിഞ്ഞ മാങ്ങ. ഇതിന്റെ ഇടയിൽ ഞാൻ കഴിക്കാനും കൂടെ എടുത്തോട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഇടയില് ഒന്ന് കഴിക്കാനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മള് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ വീത്തി കൊടുക്കാമേ. പാത്രം നല്ല ചൂടായി, ഒഴിയട്ടോ അങ്ങോട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇത് നമ്മുടെ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. മാറിയുന്നോ? നമ്മുടെ വറ്റൽമുളക് അതിൻ്റെ കൂടെ എന്തിടണം? വെളുത്തുള്ളി മുറിച്ചില്ലേ നമ്മൾ അങ്ങനെ ഓരോ അല്ലിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതൊന്നും മൂത്ത് വരട്ടെ. അങ്ങനെ നമ്മള് ബ്രൗൺ കളർ ആയിട്ടുണ്ടേ. മതി കേട്ടോ. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം ചേട്ടാ. തീ ഓഫ് ചെയ്തേ. അപ്പൊ ആ ചൂടിലേക്ക് മീനുവേ മേളം വെക്കാതാ, അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മുടെ നാടൻ മുളക്. അത് മതി കേട്ടോ, എരി കൂടി പോകും. മതി. ഉലുവാപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ. സ്പൂണൊന്നുമില്ല, സ്പൂണ് മീനുകുട്ടി കളിക്കാൻ എടുത്തുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടില്ലേ? ആ ചൂടിലാണ് നമ്മളിതിപ്പോ ഓഫ് ചെയ്ത് കേട്ടോ. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന അച്ചാറാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അല്ലേ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മള് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ അരപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതെ, ഉപ്പിട്ട് അത് നന്നായിട്ട് ഉപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ മാങ്ങ ഇട്ട് കൊടുക്കാമേ. മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഒരു കാര്യം കൂടെ ഇട്ടില്ല, കായവും കൂടെ ഇട്ടില്ല കേട്ടാ. സമയത്ത് നമുക്ക് കായവും കൂടി ഇട്ട് കൊടുക്കാമേ. കായവും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യായിരുന്നു. നന്നായിട്ടുണ്ടോ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കായം കൂടി ഇടുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ടല്ലേ കേട്ടോ. മാങ്ങ അരിയുന്ന 5 മിനിറ്റ് പോലും വേണ്ടല്ലേ കേട്ടോ ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ. മാങ്ങ അരിയുന്ന ആ ഒരു ടൈം മാത്രം മതി കേട്ടോ നമുക്ക്. വേണ്ടോ,
മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്കിടാം. ഇത് നാളെ ആകുമ്പോൾ നല്ല കളറും അരപ്പെല്ലാം നല്ല മിക്സ് ചെയ്ത് ചേട്ടാ കായം ഇതില്ല ഇത്രയുള്ള കേട്ടോ. നമ്മൾ അച്ചാർ കായും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അച്ചാർ റെഡി കേട്ടോ. നാളെ നമുക്ക് ഇത് പൊടിക്കായ ഒഴിവാക്കി കട്ടക്കായാണ് വെച്ചിരിക്കുന്നത്. കട്ടക്കായം നമ്മളതായത് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇത് നമ്മൾ മൊത്തം എടുക്കത്തില്ല, ഒരു കുറച്ച് നമ്മൾ ചെറിയൊരു പീസ് എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കായോ അത്ര മതി. ഓക്കെ, അത് അവിടെ കിടന്ന് അലിഞ്ഞത് മിക്സ് ആയിക്കോളും കേട്ടോ. അപ്പൊ ഇത് നാളെ കറക്റ്റായിട്ട് വരും. ചേട്ടാ ഉപ്പുണ്ടാകുന്ന എടുത്ത് നോക്കട്ടെ. നാളെ ഇത് നമുക്കൊരു ഇതിലോട്ട് ബോട്ടിലോട്ട് നാളെ മാറ്റാം കേട്ടോ അല്ലേ ചേട്ടാ? ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് ടേസ്റ്റ് സത്യത്തിൽ നാളെ അറിയാവൂ കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ. ഉപ്പൊക്കെ ഉണ്ടാ? ഉപ്പ് ഏരിയല്ല. നാളെ ആകുമ്പോ ഈ നല്ലെണ്ണത്തെ കൂടെ നല്ല തെളിഞ്ഞ് നല്ലതായിട്ട് വരും കേട്ടോ. കൂടെ അരപ്പ് നല്ലതായിട്ട് വരും അല്ലേ? എങ്ങനെയുണ്ടോ വാച്ചി? ഓ നല്ല എരി. എങ്ങനെയുണ്ടോ വാച്ചി? എരിയുണ്ട് എരി. ഞാൻ പറഞ്ഞ മുളക് പൊടി എടുത്തവഴേ. അയ്യോ ഇന്ന് വാച്ച പുതിയ മുളക് പൊടിയാണ്. ഇന്ന് വാച്ച മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മള് പൊടിച്ച മുളക് പൊടിയല്ല. ഓക്കെ, അപ്പോഴ് നമ്മൾ അച്ചാറ് തണുത്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുപ്പിയിൽ നിറയ്ക്കണേ. അമ്മാമ തന്ന കുപ്പിയാണ്. അമ്മേരമ്മ. ഓ ശരി, ഓക്കെ. ഇനി നമുക്ക് കുപ്പിയിൽ നിറയ്ക്കണം. അതെ, നമ്മളിപ്പോ അച്ചാറ് കുപ്പിയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഗ്ലാസ് കുപ്പിയിലാണ് എടുത്തത്. ഗ്ലാസ് കുപ്പിയിൽ എടുക്കുന്നതാണ് നല്ലത്. അതെ, ഗ്ലാസ് കുപ്പിയിൽ എടുക്കണം. അപ്പൊ നമ്മൾ അച്ചാറെല്ലാം ഓക്കെ ആയിട്ടുണ്ടല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കൊടുത്തിക്കണ മണിയും കൂടെ ഒന്ന് അടിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റാ.